ഓഡിയൻസിനോട് എന്താണ് പറയാൻ, നീനൊക്കെ വേണമെങ്കിൽ വന്ന് കാണും, എനിക്ക് അത്രേ പറയാൻ പറ്റൂ. അല്ലാതെ ഞാൻ ഇപ്പൊ വിളിച്ചു വന്ന് രണ്ടുപേര് കണ്ട് വിജയിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. എന്തായാലും നല്ലൊരു പടമാണ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ വന്ന് കാണും, അല്ലെങ്കിൽ നിങ്ങളൊക്കെ വീട്ടിൽ ഇരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. എനിക്ക് കുറച്ച് സമയം കളയാൻ വേണ്ടി ഞാൻ കയറിയതേ ഉള്ളൂ. സിനിമ ഒരു വൺ ടൈം വാച്ചാണ്. ആവറേജ് മൂവി ആണെങ്കിലും സിനിമയിലെ കോമഡീസും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആണ്. നല്ല പടമാണ്, കണ്ടിരിക്കാം അത്രേ ഉള്ളൂ. ഫാമിലിക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഫാമിലി ഓഡിയൻസ് എന്തായാലും വന്ന് കാണേണ്ടതാണ്. കുറെ നാളായി ഒരു ചെറിയ പടത്തിന് കയറിയിട്ട്. വലിയ കാര്യമായിട്ടൊന്നുമില്ല സിനിമയിൽ. നമുക്ക് 2 മണിക്കൂർ സിനിമയിൽ അല്ല തിയേറ്ററിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പടം ഒന്നും പറയാൻ പറ്റത്തില്ല. പഞ്ചവത്സര പദ്ധതിയായിട്ട് പിന്നെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളെ നിരാശപ്പെടുത്തത്തില്ല. ആൾക്കാരൊക്കെ ചെറിയ പടം എന്നൊക്കെ പറഞ്ഞ് മിക്കവാറും വരാതിരിക്കുന്ന കാര്യം, കാണാനൊക്കെ ആളൊക്കെ നല്ല കുറവായിരുന്നു. ഒരു കുടിവെള്ള പരിവാരം ഇതൊക്കെ പരിഹരിക്കുന്നത്. ദിലീപ് ഇവിടെ കിടക്കുന്നത്, ഷിജു വിൽസൺ എവിടെ. നല്ല പടമാണ്. രണ്ടുപേരും 2 കാറ്റഗറിയാണ്, അതുകൊണ്ട് ഒരിക്കലും ദിലീപിന് ഒരു ഭീഷണി ആവത്തില്ല. പെർഫോമൻസ് ഒക്കെ കൊള്ളാം, കുഴപ്പമില്ല. ഷിജു വിൽസൺ ഇപ്പൊ അങ്ങനെ അധികം പടങ്ങളൊന്നും ചെയ്യുന്നില്ല, എന്താണ് കാര്യം, വല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അവര് നല്ല പടമാണ്. മെസ്സേജ് ഉണ്ട്. വരയൻ എന്നൊക്കെ പറഞ്ഞൊരു പടം ഇറങ്ങി, പക്ഷെ അത് നല്ല ഫ്ലോപ്പായിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് തിയേറ്ററിലൊന്നും അധികം ഓടിയില്ല. പക്ഷെ ഇത് എന്താ, വരയൻ നല്ലൊരു മൂവിയാണ്. ഗവൺമെന്റ് കുടിവെള്ള കാര്യങ്ങളൊക്കെ ഞാൻ അത് OTT കണ്ടായിരുന്നു, നല്ല സൂപ്പർ മൂവിയാണ്. പക്ഷേ എന്താ, ആൾക്കാർ അതിനെ ഏറ്റെടുക്കുക. കാര്യം അറിയാലോ, വിവരമില്ലാത്ത ആൾക്കാർ നമ്മുടെ ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ പടങ്ങളെയും പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ട്രെയിൻ 4 മണിക്കാണ് അങ്ങോട്ട് കയറിയിരുന്നുള്ളൂ. ബാക്കി സിനിമകളൊക്കെ കണ്ടത് കൊണ്ട് കയറിയിരുന്നുള്ളൂ. ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ബാൽക്കണിയിൽ. പക്ഷേ നല്ല പടങ്ങളെ ആൾക്കാർ ഏറ്റെടുക്കുന്നില്ല. കാര്യം അഞ്ചരകള കോക്കൻ എന്നൊക്കെ പറയുന്ന ഒരു പടമൊക്കെ ഇപ്പോൾ OTT നല്ല രീതിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഈ ഒരു പഞ്ചവത്സര പദ്ധതിയും നല്ല റേഞ്ചിന് പോകും. ഞാൻ വേറെ ആൾ മാത്രം. കാര്യം ഞാൻ പറഞ്ഞില്ല, ആൾക്കാരുടെ ടേസ്റ്റ് എന്നൊക്കെ വെച്ചാൽ അവന്മാർ ഈ വിവരമില്ലാത്ത കുറെ, അറിയാലോ, അങ്ങനെയുള്ള ആൾക്കാർ കയറിയാണ് ഇതേപോലുള്ള നല്ല പടങ്ങളെ നശിപ്പിക്കുന്നത്. എനിക്ക് അവര് മറ്റൊരു വഴി കൂടെ അതിനുള്ള ശ്രമം നടത്തുകയാണ്, മറ്റൊരു ഉടായ്പ വഴിയിലൂടെ. പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഇതൊരു നല്ല സിനിമയാണ്. പവി കെയർടേക്കർ ഇനി കാണണം. എനിക്ക് തോന്നുന്നു നല്ലൊരു ചിത്രമാണ്. സിജു വിൽസന്റെ ഒക്കെ ഒരു വൻ തിരിച്ചുവരവൊന്നും പറയാൻ പറ്റത്തില്ല, പുള്ളി തിരിച്ചു വന്നേക്ക് തന്നെ. അതുകൊണ്ട് എല്ലാവരും വന്ന് കാണാം, ഫാമിലി ഓഡിയൻസിനൊക്കെ നല്ല രീതിക്ക് ഇഷ്ടപ്പെടും. പിന്നെ എടുത്തു പറയാനുള്ള നമ്മുടെ സുധീഷ് ഏട്ടൻ്റെ പെർഫോമൻസ് അത് വേറെ ലെവൽ ചേട്ടാ. പുള്ളി ഒരു അങ്ങ് അഴിഞ്ഞാടി തിമിർത്തോണ്ടിരിക്കുകയാണ്. ആവശ്യപ്പെട്ടിട്ട് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാര്യം ദിലീപ് എന്നൊക്കെ വെച്ചാൽ ഇപ്പൊ എന്താ 2 പടത്തോളം ഇത്തിരി താഴെയായിരുന്നു. പക്ഷേ സിജു വിൽസനെ സംബന്ധിച്ച് സിജു വിൽസൺ ഒരു ലെവലുണ്ട്, പുള്ളി ആ ഒരു റേഞ്ചിനൊക്കെയാണ് ചെയ്യുന്നത്. എന്തായാലും രണ്ടിനും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും അതിനും ഒരു ലെവൽ കാണും, ഇതിനും ഒരു ലെവൽ കാണും. എന്തായാലും നല്ലൊരു ചിത്രമാണ്. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും പടം കാണാതെയൊക്കെ ഇരിക്കുന്നവർക്ക് വന്ന് കാണാം, നല്ല പടമാണ്. അവര് ഇതിന്റെ ഒരു ത്രെഡ് കൊണ്ടുവന്നേക്കുന്നുണ്ടല്ലോ, അതൊരു നല്ലൊരു പുതിയൊരു ത്രെഡായിട്ട് എനിക്ക് തോന്നി. കാര്യം അത് ഇതുവരെയും ആരും അങ്ങനെ കൊണ്ടുവന്നിട്ടില്ലാത്തൊരു സംഭവമാണ്. അപ്പം എന്തായാലും ഞാൻ കഥ പറഞ്ഞത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. എന്തായാലും എല്ലാവരും വന്ന് കാണും. എന്തായാലും കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറാക്കുന്നില്ല.